നമസ്കാരം. ഡോബ്സനോട് യാത്ര പറഞ്ഞ് മൈക്ക് വാഹനത്തിലേക്ക് കയറിയ ഉടൻ തന്നെ മൈക്ക് ആദ്യം വിളിച്ചത് അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെയാണ്. മൈക്കിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ റോൾ ലെവിൻ അടുത്ത കാലത്തായിട്ട് ലോസ് ആഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയതേ ഉള്ളൂ. ആള് ഒരു പുലിയാണ്. റോൾ ലെവിനെ വിളിച്ച് മൈക്ക് കാര്യം പറഞ്ഞു. ലൂയിസ് റൂലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ലെവിന് മൈക്ക് കൊടുത്തത്. ലെവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മൈക്കിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസ് മാനേജർ ലോർണ ടൈലർ ലൈനിൽ വന്നതും മൈക്ക് ലോർണോട് ചോദിച്ചു, ഏയ് ലോർണ, എന്തായി ഗ്ലോറിയുടെ കേസ്? ഗ്ലോറിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഗ്ലോറിയ ഡേറ്റൗൺ അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യം നേരത്തെ ലോർണ ടൈലർ മൈക്കിനോട് പറഞ്ഞതാണ്. ഗ്ലോറിയ ഡേറ്റൗണിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് മൈക്ക് ടൈലറോട് ചോദിച്ചതും ടൈലർ മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, ഒരു ലെസ്ലിയാണ് ഗ്ലോറിയുടെ കേസ് വാദിക്കുന്നത്. അവര് നാളെ മാത്രമേ ഗ്ലോറിയെ കോടതി ഹാജരാക്കൂ. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനകം കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള നിയമം നിലവിലുണ്ട്. ഇവിടെ ലെസ്ലി ഗ്ലോറിയെ ഹാജരാക്കാതെ സൂക്ഷിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുമെന്ന് മൈക്കിന് തോന്നി. അങ്ങനെ തോന്നിയതും മൈക്ക് ടൈലറോട് ചോദിച്ചു, ടൈലർ, എന്തുകൊണ്ടായിരിക്കാം അവർ ഡിലേ ചെയ്യുന്നത്? ഹേയ് മൈക്ക്, നിന്റെ ഗ്ലോറിയ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് ശരിക്കും ഒരു പരുവായിരിക്കും. അവളുടെ ശരീരത്തിൽ നിന്ന് ഡ്രഗ്സ് ഇറങ്ങാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതാവും. അങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ടൈലർ മൈക്കിനോട് ചോദിച്ചു, അല്ല മൈക്ക്, ഇന്നെങ്കിലും അവളത് കാശ് വാങ്ങിക്കൂ. അഹോ, അവളുടെ കേസ് വീണ്ടും ഫ്രീ ആയിട്ട് വാദിക്കാനുള്ള പരിപാടിയാണോ? ടൈലർ പിന്നെയും ആ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. ഗ്ലോറിയെ പോലുള്ള പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെയും ക്രിമിനലുകളുടെയും കേസുകൾ മൈക്ക് ഏറ്റെടുക്കുന്നതാണ് മൈക്കിന്റെ ആദ്യ ഭാര്യ മാഗിയും മൈക്കും തമ്മിലുള്ള ബന്ധം ശിഥിലമാകാനുള്ള പ്രധാന കാരണം. അതേ കാരണത്താൽ തന്നെയാണ് മൈക്ക് തന്റെ രണ്ടാം ഭാര്യയായ ലോർണ ടൈലറിൽ നിന്ന് ഒഴിഞ്ഞത്. ലോർണയ്ക്കും മൈക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കേസുകൾ ചെന്ന് പെടുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മൈക്കുമായിട്ടുള്ള വിവാഹബന്ധം ഡിവോഴ്സിലേക്ക് എത്തിയെങ്കിലും ലോർണ ഇപ്പോഴും മൈക്കിന്റെ ഓഫീസ് മാനേജർ തന്നെയാണ്. തന്റെ രണ്ട് മുൻ ഭാര്യമാരും ഏതാണ്ട് ഒരേ ശൈലിയിലുള്ള ആളുകളാണല്ലോ എന്നുള്ളൊരു ചിന്ത മൈക്കിന്റെ മനസ്സിലേക്ക് വന്നതും മൈക്കിനോടായി ലോർണ ചോദിച്ചു, ഏയ് മൈക്ക്, ആ ലൂയിസിന്റെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചു. ലൂയിസിന്റെ കേസ് വാദിക്കാനായിട്ട് അവരൊരു നല്ല തുക ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ലോർണയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ലോർണ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും മൈക്ക് പറഞ്ഞു, നീ ഓർമ്മിപ്പിച്ച നന്നായി, ഞാൻ എന്തായാലും വാങ്ങിച്ചില്ല, ഇന്ന് ഞാൻ അത് വാങ്ങിക്കും. ലോർണ ടൈലറോട് മൈക്ക് കേസ് വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൈക്കിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. കോൾ വിളിച്ചത് ഡോബ്സാണ്. ഡോബ്സിനോട് സംസാരിച്ചിട്ട് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മൈക്ക് അയാളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഡോബ്സിന് കൊടുത്തിരുന്നു. മൈക്കിന്റെ കോട്ടിന്റെ ഇടതുഭാഗത്തും വിസിറ്റിംഗ് കാർഡുണ്ട്, വലതു ഭാഗത്തും വിസിറ്റിംഗ് കാർഡുണ്ട്. ഇടതുഭാഗത്തുള്ള വിസിറ്റിംഗ് കാർഡിൽ ടെലിഫോൺ നമ്പറായി കൊടുത്തിരിക്കുന്നത് ലോർണ ടൈലറുടെ നമ്പറാണ്. വലതു ഭാഗത്തുള്ള വിസിറ്റിംഗ് കാർഡിൽ മൈക്കിന്റെ തന്നെ നമ്പറാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ മൈക്കിന്റെ കാർഡ് കൊടുക്കാറുള്ളൂ. മൈക്ക് ഡോബ്സിന് കൊടുത്തത് മൈക്കിന്റെ തന്നെ നമ്പറാണ്. ഫോൺ വിളിച്ച ഡോബ്സ് മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, ആ പബ്ലിക് പ്രോസിക്യൂട്ടർ മാഗി ആള് ഒരു തീപ്പൊരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വാൻ ന്യൂയാസിലെ കോടതി സംശയത്തിൽ നിന്ന് കാറിൽ പുറത്തേക്ക് നീങ്ങുകയായിരുന്ന മൈക്കിനോടാണ് ഡോബ്സ് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും മൈക്ക് ഡോബ്സിനോട് പറഞ്ഞു, ഹേ ഡോബ്സ്, അതെങ്ങനെ ശരിയാകും? പബ്ലിക് പ്രോസിക്യൂട്ടറേക്ക് നമ്മൾ വിചാരിച്ച മാറ്റാൻ പറ്റൂ. എന്തായാലും മിസ്റ്റർ ഡോബ്സ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ശ്രമം നടത്തി നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഡോബ്സിന്റെ കോട്ട് കട്ട് ചെയ്ത മൈക്ക് അയാളുടെ ലിങ്കൻ കാർ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവന്നു. അയാൾ പ്രോസിക്യൂട്ടർമാർ ഉള്ള ആ ബിൽഡിംഗിലേക്ക് വരുമ്പോൾ അവിടെ മാഗി ഉണ്ട്. മാഗി കണ്ടതും മൈക്ക് മാഗിയോട് പറഞ്ഞു, മാഗി, നിന്നോട് സോറി പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മൈക്ക്, ആ കക്ഷി എന്നെക്കാൾ ഏറെ പ്രയോജനപ്പെടുക മൈക്കിനാണ്. സി ഡോബ്സിന്റെ പിന്തുണയുള്ള കക്ഷി എന്തായാലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളായിരിക്കില്ല. മൈക്കിന് അത് ഉപയോഗപ്പെടും. മൈക്ക്, മറ്റൊരു ഡെവലപ്മെന്റ് കൂടിയുണ്ട്. കേസ് എന്റെ കയ്യിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. മാഗിയുടെ കയ്യിൽ നിന്ന് കേസ് മാറ്റിയിരുന്നു. അതെ മൈക്ക്, ആ കേസ് എന്റെ സീനിയേഴ്സ് ഒരു ജോൺ സിംപ്സന് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ജോൺ സിംപ്സൺ ആരാ കക്ഷി? മൈക്കിന് അയാളെ അറിയാനുള്ള സാധ്യതയൊന്നുമില്ല. അയാൾ കോടതി കയറുന്ന പതിവുള്ള കക്ഷിയൊന്നുമല്ല, ഒരു ഒത്തുതീർപ്പ് കക്ഷിയാണ്. എന്നാൽ അയാൾക്കാണ് ഇപ്പോൾ കേസ് കിട്ടിയിരിക്കുന്നത്. വാൻ ന്യൂയാസിലെ കോടതി സംശയത്തിൽ സാധാരണ കാണാത്ത ഒരു കക്ഷിയാണ് ഈ ജോൺ സ്മിത്സൺ. അയാള് വാൻ ന്യൂയാസിന് ചുറ്റുമുള്ള
ചെറിയ ചെറിയ കോടതികളിൽ മാത്രം കയറുന്ന ഒരു വക്കീലാണ്. ആ ലോയർക്കാണ് മാഗിയുടെ കേസ് മാറ്റി കൊടുത്തിരിക്കുന്നത്. ആരായി ജോൺ സ്മിത്സൺ എന്നതിനെ കുറിച്ച് മൈക്ക് ആലോചിക്കുമ്പോൾ മാഗി മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, അവൻ ലേശം തരികിടയാണ്. കേസ് ജയിക്കാൻ അവൻ എന്ത് വൃത്തികേടും കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാഗി വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോ മൈക്കിന് കൊടുത്തിരിക്കുന്നത്. ജോൺ സ്മിത്സനെ ആ കേസ് ഏൽപ്പിച്ചതിന്റെ പിന്നിൽ മാഗിയുടെ സീനിയേഴ്സിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു തരികിട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിലേക്ക് ആ കേസ് മാറ്റി കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ആ ചിന്ത മൈക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാഗി മൈക്കിനോട് ചോദിച്ചു, മൈക്ക്, ഈ ആഴ്ച ഉറപ്പായും മോളെ കാണാൻ വരുമല്ലോ അല്ലേ? മാഗി, ഞാൻ ഉറപ്പായും വരും. അങ്ങനെ മാഗിയോട് മൈക്ക് സംസാരിക്കുമ്പോഴാണ് ഫെർണാണ്ടോ വെനിസുലയുടെ കോൾ വരുന്നത്. ഏയ് മൈക്ക്, മിസ്റ്റർ ഡോബ്സ് എന്റെ ഓഫീസിലുണ്ട്, അദ്ദേഹത്തെ പോയി ഒന്ന് കാണുമോ? ഞാൻ ഉടൻ തന്നെ മിസ്റ്റർ ലൂയിസിനെ റിലീസ് ചെയ്യും. ലൂയിസ് റൂലെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനായി പോയ ഫെർണാണ്ടോ അയാളുടെ ജോലി ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ലൂയിസിനെ റിലീസ് ചെയ്യും. അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും മിസ്റ്റർ ഡോബ്സ് വെനിസുലയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ തോന്നിയതും മാഗിയോട് യാത്ര പറഞ്ഞ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ മൈക്ക് അല്പസമയം കഴിഞ്ഞപ്പോൾ വെനിസുലയുടെ ഓഫീസിലെത്തി. വെനിസുലയുടെ ഓഫീസിലെത്തിയ മൈക്ക് റിസപ്ഷനിലെ കുട്ടിയോട് ഡോബ്സിനെ ലൈനിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഡോബ്സ് ഫോണിൽ കണക്ട് ആയതും മൈക്ക് ഡോബ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ഡോബ്സ്, നിങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് പ്രോസിക്യൂട്ടറെ മാറ്റാനുള്ള നടപടികൾ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. മൈക്ക് പറഞ്ഞത് കേട്ടപ്പോൾ ഡോബ്സിന് ശരിക്കും സന്തോഷമായി. ശരിക്കും നിർണായകമായ ഒരു നീക്കമാണ് മൈക്ക് നടത്തിയിരിക്കുന്നത്. കോടതിയിൽ ലൂയിസിനെ അവതരിപ്പിച്ചുകൊണ്ട് മാഗി നടത്തിയ ആ കുറ്റ ആരോപണം ശരിക്കും ശക്തമായിരുന്നു. മാഗിയാണ് കേസിന്റെ വിചാരണ സമയത്ത് ലൂയിസിനെ എതിരായി സ്റ്റേറ്റിന് വേണ്ടി ഹാജരാകുന്നെങ്കിൽ ലൂയിസ് ശരിക്കും ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ടെന്ന് ഡോബ്സിന് അപ്പം തന്നെ തോന്നിയതാണ്. ആ മാഗിയാണ് ഇപ്പൊ ഇതാ മൈക്ക് ഇടപെട്ട് പിൻവലിക്കാൻ പോകുന്നത്. മൈക്കിനോട് നന്ദി പറഞ്ഞിട്ട് ഡോബ്സ് മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, ലൂയിസ് ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് വെനിസുല പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴാ കാണുക? ഡോബ്സ്, നമുക്ക് വൈകിട്ട് 4 മണിക്ക് കാണാം നിങ്ങളുടെ ബിൽഡിങ്ങിൽ. ഓക്കെ, അങ്ങനെ ആവട്ടെ. പിന്നെ എന്നോടൊപ്പം മിസസ് വിൻസറും ഉണ്ടാവും. ലൂയിസിന്റെ മാതാവ് വിൻസർ കൂടി മീറ്റിംഗിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതും മൈക്ക് ഡോബ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ഡോബ്സ്, അറ്റോർണിയും കക്ഷിയും തമ്മിൽ സംസാരിക്കുമ്പോൾ കക്ഷിക്ക് വേണ്ടി കക്ഷിയുടെ വക്കീൽ പങ്കെടുക്കുന്നത് എനിക്ക് മനസ്സിലാവും. ബന്ധുക്കളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് മിസസ് വിൻസർ മീറ്റിംഗിൽ അധികം ഉണ്ടാകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് എന്ന പദം മൈക്ക് ശരിക്കും ബലം കൊടുത്താ പറഞ്ഞത്. അതിന്റെ അർത്ഥം മറുഭാഗത്തുള്ള ഡോബ്സിന് മനസ്സിലായി എന്ന് വ്യക്തം. ഡോബ്സ് ആ കാര്യത്തിന് മറുപടി പറയും മുമ്പ് മൈക്ക് ഡോബ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ഡോബ്സ്, ലൂയിസിന്റെ കേസ് നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ഏയ് മൈക്ക്, അതൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല. നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉണ്ട്, അവരെ ഞാൻ രംഗത്തിറക്കാം. മൈക്കിന് എന്ത് വിവരമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏയ് ഡോബ്സ്, അത് വേണ്ട, ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ രംഗത്തിറക്കിയിട്ടുണ്ട്, അവരുടെ പേയ്മെന്റ് മാത്രം മിസ്റ്റർ ഡോബ്സ് കൊടുത്താൽ മതി. പിന്നെ ഡോബ്സ്, നമുക്ക് വൈകിട്ട് 4 മണിക്ക് കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മൈക്ക് ഫോണും കട്ട് ചെയ്യുകയും ചെയ്തു. മൈക്ക് ഏർപ്പാടാക്കിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് പകരം ഡോബ്സിന്റെ കയ്യിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉണ്ടെന്ന് ഡോബ്സ് പറഞ്ഞു തുടങ്ങിയതുമാണ് മൈക്ക് ഫോൺ കട്ട് ചെയ്തത്. ഡോബ്സിന് ഒരു മറുപടി പറയാനുള്ള അവസരം മൈക്ക് കൊടുക്കാത്തതാണ്. ഡോബ്സിനോട് സംസാരിച്ചതിന് ശേഷം മൈക്ക് നേരെ ട്വിൻ ടവറിലേക്ക് തിരിച്ചു. അവിടെയാണ് ഗ്ലോറിയ ഡേറ്റൗണിനെ റീറ്റെയിൻ ചെയ്യുന്ന ജയിലുള്ളത്. ട്വിൻ ടവർ വിചാരണ തടവുകാരെ താമസിപ്പിക്കുന്ന ജയിൽ മുറികളുള്ള 2 ബിൽഡിംഗാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിൽ തന്നെ അനവധി വേറെ ഓഫീസുകളുമുണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് നീങ്ങുമ്പോൾ തന്നെ മൈക്ക് ഒരിക്കൽ കൂടി അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിച്ചു. ആള് ഒരു പുലിയാണെന്ന് പറയുന്നത് വെറുതെയല്ല. ലെവിന് ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷൻ ആ സമയത്ത് മൈക്കിനോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. ലൂയിസ് റൂലെക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട ചാർജ് ഷീറ്റൊക്കെ ഇതിനിടയിൽ തന്നെ ലെവിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ലൂയിസ് റൂലെക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്താൻ പോകുന്ന ചാർജുകൾ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ ലെവിൻ അറിയാം. ലെവിനോട് ആ വിവരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മൈക്കിന്റെ ആ ലിങ്കൻ കാറ് ട്വിൻ ടവറിന്റെ സമീപത്തെത്തി. ആ വനിതാ ജയിലിനകത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ്. ആ വനിതാ ജയിൽ ശരിക്കും സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു ജയിലാണ്. ഒത്തിരിയേറെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമേ വക്കീലിന് പോലും കക്ഷികളെ കാണാൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂർ കാത്തിരുന്നപ്പോഴാണ് മൈക്കിന് ഗ്ലോറിയെ കാണാൻ പറ്റിയത്. മൈക്കും ഗ്ലോറിയും
ഒരു ഗ്ലാസ് ചുവരിന്റെ അപ്പുറം ഇപ്പുറമാണ് ഇരിക്കുന്നത്. ആ ഗ്ലാസ് ചുവരിൽ ഒരു ചെറിയ ദൂരമുണ്ട്. ആ ദൂരത്തിലൂടെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് അല്പം മാറി പോലീസ് ഓഫീസേഴ്സ് ഇരിപ്പുണ്ട്. ഇതുപോലെ ആ ജയിലിനകത്തുള്ള മറ്റ് പ്രതികളെ അവരുടെ വക്കീലും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് കാണുന്നുണ്ട്. ഒരു പ്രോസസ്സ് അങ്ങനെ നടക്കുകയാണ്. ശരിക്കും സൂചി തറയിൽ വീണ കേൾക്കാവുന്ന നിശബ്ദതയിൽ ആകെ കേൾക്കാൻ കഴിയുന്നത് ഈ കക്ഷികൾ തമ്മിലുള്ള ചെറിയ ശബ്ദത്തിലുള്ള സംഭാഷണമാണ്. ഗ്ലോറിയെ കണ്ട മൈക്ക് ലേശം ഒന്ന് ഞെട്ടിയെന്ന് പറയാം. ഏയ് ഗ്ലോറിയ, ഇതെന്തു പറ്റി? ഗ്ലോറിയയുടെ മുഖത്ത് ഒരു തുന്നിക്കെട്ടുണ്ട്. ഇത് ഒരു ചെറിയ അടിപിടിയോ? ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരു അടിപിടിയാണ്. ജയിലിനകത്തെത്തിയ ഗ്ലോറിയെ ജയിലിലെ അന്തേവാസികളായ സ്ത്രീകളാരോ കൈവയ്ക്കാൻ ശ്രമിച്ചു. അതിൻ്റെതായ റിസൾട്ടാണ് അവളുടെ മുഖത്ത് കാണുന്നത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗ്ലോറിയെ നേരത്തെ കോടതിയിൽ ഹാജരാക്കാത്തതിന്റെ ഉത്തരം ഇപ്പോൾ മൈക്കിന് വ്യക്തമായി കിട്ടിയിരിക്കുകയാണ്. ഗ്ലോറിയുടെ ആ മുറിവ് ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടി പ്രോസിക്യൂട്ടർ വെയിറ്റ് ചെയ്യുന്നതാണ്. ഗ്ലോറിയ, എന്താ സംഭവിച്ചത്? കൃത്യമായി കാര്യം പറ. മൈക്ക്, സാന്താമോണിക്കയിലെ ട്രൈവ് ലോഡ്ജിലുള്ള ഒരാളെന്ന് എനിക്ക് ലേശം സാധനം കിട്ടിയിരുന്നു. നേരത്തെ ഒരു തവണ ഞാൻ അയാൾക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റഫ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ക്യാഷ് വാങ്ങാതെ അയാൾ എനിക്ക് പകരം സ്റ്റഫ് നൽകിയത്. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്റ്റഫുമായിട്ട് അവിടെ കഫറ്റേറിയയിൽ ഇരിക്കുമ്പോൾ പോലീസ് എൻ്റെ അടുത്ത് വന്നു. സത്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സ്റ്റഫ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ അവരെന്നെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഗ്ലോറിയ, നിനക്ക് ആ സ്റ്റഫ് നൽകിയ വ്യക്തിയെ അറിയാവോ? അയാളുടെ പേരെന്താണ്? അയാളുടെ പേര് ഹെക്ടർ എന്നാണ്. ഗ്ലോറിയ, അയാളുടെ പൂർണ്ണ പേരെന്ന് ആലോചിച്ച് പറയാം. മൈക്ക്, അയാളുടെ പേര് ഹെക്ടർ മോയ എന്നാണ്. ഹെക്ടർ മോയ അത്ര കേട്ട് പരിചയമുള്ള പേരല്ലല്ലോ. അയാളാണോ നിനക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്തത്? അതെ, അയാളെ സപ്ലൈ ചെയ്തത്. അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഗ്ലോറിയ, നീ കുറച്ച് പണം ഉണ്ടാക്കി വെക്ക്. എന്തായാലും ഞാൻ പ്രോസിക്യൂട്ടർ ഒന്ന് കാണുകയാണ്. ഗ്ലോറിയോട് അങ്ങനെ പറഞ്ഞിട്ട് മൈക്ക് വേഗം അവിടുന്ന് പുറത്തിറങ്ങി. അധികം സമയം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയ മൈക്ക് ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള പ്രോസിക്യൂട്ടറുടെ ഓഫീസിലേക്ക് വന്നു. ഗ്ലോറിയുടെ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്ന പ്രോസിക്യൂട്ടർ ഒരു ക്യാബിലായിരിക്കുന്നത്. ആ ക്യാബിൻ്റെ 4 മൂലയിലായിട്ട് 4 ടേബിളുകളുണ്ട്. 4 ടേബിളുകൾ 4 പ്രോസിക്യൂട്ടർമാർക്ക് അലോട്ട് ചെയ്തതാണ്. ആ ഹാളിനകത്ത് കയറിയ മൈക്ക് ആ ഹാളൊന്ന് സൂക്ഷിച്ചു നോക്കി. 2 ടേബിളിൽ ആളില്ല. ആ ടേബിളിന്റെ മുന്നിലുള്ള ചെയർ വലിച്ച് മൈക്ക് ലെസ്ലിയുടെ ചെയറിന് മുന്നിൽ കൊണ്ടിട്ടു. എന്നിട്ട് ലെസ്ലിയോടായി മൈക്ക് പറഞ്ഞു, മിസ് ലെസ്ലി, ഞാൻ നിങ്ങളുടെ കക്ഷി ഗ്ലോറിയുടെ അറ്റോർണിയാണ്. എൻ്റെ പേര് മൈക്കിൾ ഹോളർ. ഓക്കെ മൈക്കിൾ ഹോളർ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നിങ്ങളുടെ കക്ഷി എന്തായാലും ഒരു 3-4 കൊല്ലം അകത്താവും. നോക്കൂ ലെസ്ലി, അങ്ങനെ പറയാതെ. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് അവർക്കെതിരെയുള്ള കേസ് ഒന്ന് ബലപ്പിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ്. നോക്കൂ ഹോളർ, നിങ്ങൾ പറയുന്നത് അത്ര ശരിയായ പരിപാടിയല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 9 തവണയാണ് നിങ്ങളുടെ കക്ഷി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കാൻ അവർക്ക് പറ്റാത്തൊരു സാഹചര്യമായിരിക്കുകയാണ്. കുറച്ച് വർഷം അവർ ജയിലിൽ കിടക്കട്ടെ. മിസ് ലെസ്ലി, അങ്ങനെ പറയരുത്. അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ എനിക്ക് തോന്നുന്നത് അവർ ഈ ടെംപ്റ്റേഷനിൽ നിന്ന് പുറത്തു കിടക്കുമെന്നാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഒരു ടെംപ്റ്റേഷനിൽ ഗ്ലോറിയ പെട്ടുപോയതാണ് ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 9 തവണ ഗ്ലോറിയ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം. അവർ ഒരു സുന്ദരിയാണ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അതവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. പക്ഷെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതൊക്കെയും മയക്കുമരുന്ന് കൈവശം വെച്ചതിനാണ്. മിസ്റ്റർ മൈക്ക്, നിങ്ങൾ പറയും പോലല്ല കാര്യം. അവരെ അങ്ങനെ ചികിത്സയ്ക്ക് വിധേയമാക്കിയാലൊന്നും അവരുടെ ടെംപ്റ്റേഷൻ മാറിയൊന്നുമില്ല. മിസ് ലെസ്ലി, നിങ്ങൾ അങ്ങനെ പറയരുത്. ഒരു ചാൻസ് കൂടി കൊടുക്കണം. മൈക്ക്, നിങ്ങൾ എന്തു പറഞ്ഞാലും ഒരു ചാൻസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും നാളെ അവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അവർക്കെതിരെയുള്ള ചാർജസ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. മിനിമം 3 കൊല്ലം അവരകത്താവും. ലെസ്ലി, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്താലോ? ബാർഗെയിനോ? അതെ, ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ നൽകാം. ഇൻഫർമേഷനോ? അതേന്ന് ഞാൻ ഒരാളുടെ വിവരം നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ആളുകളുമായി ബന്ധപ്പെട്ട് ആ ആളെക്കുറിച്ചുള്ള വിവരം നിങ്ങളൊന്ന് തിരക്ക്. അതിനുശേഷം നമുക്ക് ബാർഗെയിനിങ് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മൈക്ക് ലെസ്ലിയോട് പറഞ്ഞു, ഹെക്ടർ അരാൻറ്റെ മോയ ഒരു കൊളംബിയനാണ്.
അയാളെക്കുറിച്ച് നിങ്ങളൊന്ന് തിരക്ക്. അയാൾ എവിടെയുണ്ടെന്നുള്ള ഇൻഫർമേഷൻ എൻ്റെ കക്ഷി നിങ്ങൾക്ക് നൽകും. പകരം നിങ്ങൾ എൻ്റെ കക്ഷിക്കെതിരെയുള്ള ചാർജുകൾ പിൻവലിക്കണം. ഗ്ലോറിയ ഡേറ്റൗൺ ഏകദേശം 2 ഗ്രാം മയക്കുമരുന്ന് കൈവശം വെച്ചതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ കേസ് വേണമെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പ്രോസിക്യൂട്ടർ ആ കേസ് ഒഴിവാക്കുകയാണെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് ഏറ്റവും ഗുണപ്പെട്ട ഒരു കാര്യം ഗ്ലോറിയ വഴി ലഭിക്കും. ആ കാര്യമാണ് കൊളംബിയക്കാരനായ ഹെക്ടർ അരാൻഡ മോയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. മൈക്ക് അങ്ങനെ പറഞ്ഞതും ലെസ്ലി ഫോൺ എടുത്ത് ആരെയോ റിംഗ് ചെയ്തു. അവൾ ഫോണിൽ കൂടി അങ്ങോട്ട് സംസാരിക്കുന്നത് മൈക്കിന് കേൾക്കാം. ഹെക്ടർ അരാൻഡ മോയെക്കുറിച്ച് അവൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. മറുഭാഗത്തു നിന്നുള്ള ആൾ എന്താണ് പറയുന്നതെന്ന് മൈക്കിന് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഭാവമാറ്റം ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ടിരുന്ന മൈക്ക് ഫോൺ കട്ടായതും ലെസ്ലിയോട് ചോദിച്ചു, ലെസ്ലി നിങ്ങൾ എന്ത് പറയുന്നു? ഏയ് മൈക്ക്, നിങ്ങൾ ഈ പറയുന്ന അത്ര വിലയൊന്നും ഈ കാര്യത്തിനില്ല. ഒരാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി ഒരാളുടെ പേരിലുള്ള കേസൊക്കെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമൊന്നുമല്ല. ലെസ്ലി, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് പറയാം. ഞാൻ ഈ വിവരം ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ അറിയിക്കാം. അവർക്ക് ഈ വിവരം ശരിക്കും ഇഷ്ടപ്പെടും. ഏയ് മൈക്ക്, അങ്ങനെയല്ല. നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട. പതുക്കെ ലെസ്ലി അയഞ്ഞുറങ്ങിയാണ്. ഗ്ലോറിയ ഡേറ്റൗണിനെ ജയിലിലേക്ക് അയക്കാതിരിക്കാൻ മൈക്കിന് ലഭിച്ചിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. മൈക്ക് അതുകൊണ്ട് തന്നെ ആ അവസരത്തെ ശക്തമായിട്ട് അങ്ങ് പിടികൂടുകയായിരുന്നു. മൈക്കും ലെസ്ലിയും തമ്മിൽ അവസാനം ഒരു ധാരണയായി. ലെസ്ലി മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, ഞാൻ ഗ്ലോറിയെ നമ്മുടെ ഈ വാൻ ന്യൂയാസുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ സംശയമുണ്ട്. അവിടെ ഗ്ലോറിയ ഒരു 6 മാസം താമസിക്കട്ടെ. ഈ 6 മാസം കൊണ്ട് ഗ്ലോറിയയുടെ മയക്കുമരുന്നിനുള്ള അഭിനിവേശം മാറുകയാണെങ്കിൽ അവൾക്ക് ഫ്രീ ആകാം. ജയിലിൽ പോകാതെ ഹോസ്പിറ്റലിലെ ഭാഗമായിട്ട് തന്നെ നിൽക്കാൻ ഗ്ലോറിയയ്ക്ക് ഒരു അവസരം ലെസ്ലി കൊടുക്കുകയാണ്. ലെസ്ലിയോട് താങ്ക്സ് പറഞ്ഞ് മൈക്ക് പുറത്തിറങ്ങുമ്പോൾ സമയം ഏകദേശം 4 ആയിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള 27ാമത്തെ നിലയിലാണ് ഡോബ്സിന്റെ ഓഫീസ്. ആ മുറിയിലേക്ക് മൈക്ക് കടക്കുമ്പോൾ സമയം കൃത്യം 4 മണി. ഡോബ്സിന്റെ ആ മുറിയിൽ ഓവൽ ഷേപ്പിലുള്ള ഒരു ടേബിളുണ്ട്. ആ ടേബിളിന്റെ സെൻട്രൽ സ്പോട്ടിൽ ഇരിക്കുന്നത് സാക്ഷൽ ലൂയിസ് റൂലെയാണ്. റൂലയുടെ ഇടതുഭാഗത്ത് ഡോബ്സ് ഇരിപ്പുണ്ട്. ഡോബ്സിന്റെ ഇടതുഭാഗത്തായി ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. ഒരു മധ്യവയസ്കയാണ് ആ സ്ത്രീ. അവർ ലൂയിസിന്റെ അമ്മയാകാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. ലൂയിസിന്റെ വലതുഭാഗത്തായിട്ടുള്ള സീറ്റ് വേക്കൻ്റ് ആണ്. ആ സീറ്റിന് തൊട്ടടുത്തിരിക്കുന്നത് ലെവിനാണ്, മൈക്ക് ഏർപ്പാടാക്കിയ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. മൈക്ക് അയാളുടെ സീറ്റിലിരുന്നതും മിസ്സസ് വിൻസർ മൈക്കിനോട് പറഞ്ഞു, ഹലോ മിസ്റ്റർ മൈക്ക്, നിങ്ങളുടെ സേവനങ്ങൾക്ക് നന്ദിയുണ്ട് കേട്ടോ. മിസ്സസ് വിൻസറിന് നേരെ ഷേക്ക് ഹാൻഡ് ചെയ്യാനായി മൈക്ക് കൈ നീട്ടപ്പോൾ മിസ്സസ് വിൻസർ മൈക്കിന്റെ കൈ പിടിച്ച് ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തു. അവർ ആ ഹാൻഡ് ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ ശരിക്കും അവരുടെ കൈക്ക് നല്ല കരുത്തുണ്ടെന്ന് മൈക്കിന് ആ നിമിഷം തന്നെ അനുഭവപ്പെടുകയായിരുന്നു. മിസ്സസ് വിൻസർ ഒരു കവറ് മൈക്കിന്റെ നേരെ നീട്ടിവെച്ചു. മൈക്ക് ആ കവർ എടുത്തു. അതിനകത്ത് ഒരു ചെക്കാണ്, $60,000 ചെക്കാണ്. ആദ്യമായിട്ടാണ് മൈക്കിന് $60,000 ചെക്ക് ഏതെങ്കിലും കക്ഷികൾ കൊടുക്കുന്നത്. ആ ചെക്കിൽ നിന്ന് നോക്കിയിട്ട് മൈക്ക് ആ ചെക്ക് ആ കവറിനകത്തേക്ക് വെച്ചതിന് ശേഷം ആ കവർ മിസ്സസ് വിൻസർ തന്നെ അങ്ങ് തിരിച്ചു കൊടുത്തു. ഏയ് എന്തു പറ്റി മൈക്ക്? മിസ്സസ് വിൻസർ, എനിക്ക് ഈ ചെക്ക് ലഭിക്കേണ്ടത് എൻ്റെ കക്ഷിയുടെ കയ്യിൽ നിന്നാണ്, കക്ഷിയുടെ അമ്മയുടെ കയ്യിൽ നിന്നല്ല. അല്ല മിസ്റ്റർ മൈക്ക്, അതിപ്പോൾ ഞാൻ നൽകിയാലും കുഴപ്പമില്ലല്ലോ. ഏയ് അങ്ങനെയല്ല, എൻ്റെ കക്ഷി തന്നെ എനിക്ക് പണം നൽകുന്നതാണ് അതിൻ്റെ ശരി. അത് കേട്ടതും ലൂയിസ് പറഞ്ഞു, ഓക്കെ മിസ്റ്റർ മൈക്ക്, ഞാൻ നിങ്ങൾക്ക് ചെക്ക് നൽകാം, അമ്മ എനിക്ക് പണം നൽകിക്കോളൂ. ലൂയിസ് റൂല് എഴുതുന്ന ചെക്ക് തന്നെ മൈക്കിന് വേണമെന്ന് മൈക്ക് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു കൗതുകം ഡോബ്സിന്റെ കണ്ണുകളുണ്ടായി. മൈക്ക് മിസ്സസ് വിൻസറോട് പറഞ്ഞു, മിസ്സസ് വിൻസർ, നിങ്ങളുടെ സഹായം എന്തായാലും ഈ കേസിന് വേണം. എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളതെന്ന് ഞാൻ മിസ്റ്റർ ഡോബ്സിനോട് പറയാം. ആ സമയത്ത് നിങ്ങൾ സഹായിക്കുന്നതായിരിക്കും നല്ലത്. അല്ല മിസ്റ്റർ മൈക്ക്, നിങ്ങൾ പറയുന്നത് ഞാൻ അപ്പോൾ ഈ മീറ്റിങ്ങിൽ വേണ്ടെന്നാണോ? മൈക്ക് പറഞ്ഞപ്പോൾ തന്നെ
മിസ്സസ് വിൻസറിന് കാര്യം ഏതാണ്ട് മനസ്സിലായി. അതെ മിസ്സസ് വിൻസർ, ഞാനും കക്ഷി നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റാരും ഇവിടെ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. കക്ഷി സഹായത്തിന് വേണ്ടി ഒരു അറ്റോർണി കൂടെ വെക്കുന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. മിസ്സസ് വിൻസർ, നിങ്ങൾ തന്നെ നിങ്ങളുടെ മകനെതിരെയുള്ള സാക്ഷിയായി മാറാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. മകനാണ് ഇവിടെ കുറ്റവാളി. മകൻ വക്കീലിനോട് കാര്യം പറയുമ്പോൾ അമ്മ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും മകൻ വക്കീലിനോട് പങ്കുവയ്ക്കാനുണ്ടാവും. അതുകൊണ്ട് കൂടിയാണ് മിസ്സസ് വിൻസറെ ആ മീറ്റിങ്ങിൽ നിന്ന് മൈക്ക് ഒഴിവാക്കാൻ തീരുമാനിച്ചത്. മൈക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഡോബ്സർ മനസ്സിലായി. ഡോബ്സർ അയാളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. വിൻസർ മൈക്കിനോട് പറഞ്ഞു, അല്ല മിസ്റ്റർ മൈക്ക്, അപ്പോൾ എൻ്റെ മോൻ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരും? ഓ, അത് സാരമില്ല, എൻ്റെ ഡ്രൈവർ മിസ്റ്റർ ലൂയിസിനെ വീട്ടിൽ വിടും. ലൂയിസിന് വേണ്ടി അവിടെ അവർ കാത്തിരിക്കേണ്ട എന്നൊരു സൂചനയാണ് മൈക്കിൻ്റെ ആ മറുപടിയിലുള്ളത്. ആ മറുപടി കേട്ടതും ഡോബ്സർ മിസ്സസ് വിൻസറുമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോബ്സർ അവരെ യാത്രയാക്കിയിട്ട് അകത്തേക്ക് വന്നു. ലൂയിസും ഡോബ്സും മൈക്കും ലെവിനും മാത്രമാണ് ഇപ്പോൾ ആ മുറിയിലുള്ളത്. പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൈക്ക് കാര്യത്തിലേക്ക് കടന്നു. ലൂയിസ്, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും വ്യക്തമായി നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഈ കേസ് എനിക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. ഈ കേസ് നിങ്ങൾക്കെതിരായി വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ സാധ്യതകൾ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ കേസ് നന്നായി പഠിക്കണം. മിസ്റ്റർ മൈക്ക്, സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യാജമാണ്. ലൂയിസ്, അതെന്തുമാകട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങളാണ് അറിയേണ്ടത്. ഈ ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? മിസ്റ്റർ മൈക്ക്, ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ? ലൂയിസ്, ശനിയാഴ്ച തന്നെയാണ്. ശനിയാഴ്ച വൈകിട്ട് അമ്മയോടൊപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഞാനൊരു സിനിമ കണ്ടു, DVD. ഏത് സിനിമയാണ് കണ്ടത്? ദ കോൺവെർസേഷൻ കൊപ്പോള. ഓക്കെ. അതിനുശേഷം ഞാൻ ഉറങ്ങിയായിരുന്നു. രാവിലെ ഞാൻ പിന്നെ എണീറ്റു. ആസ് യൂഷ്വൽ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗോൾഫ് കളിക്കാൻ പോയിരുന്നു. ഗോൾഫ് കളിക്കാനായിട്ട് 10 പേരുണ്ടായിരുന്നു. അവസാനം അത് 4 പേരായി ചുരുങ്ങി. മിസ്റ്റർ മൈക്ക്, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണോ? ലൂയിസ്, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നീട് ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. വേറെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഞായറാഴ്ച വൈകിട്ട് പതിവ് പോലെ അമ്മയ്ക്കൊപ്പം ഇരുന്ന ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പുറത്തിറങ്ങി. സത്യത്തിൽ ഞാൻ ഔട്ട് ഹൗസിലേക്കല്ല പോയത്. ഞാൻ കാറും എടുത്തുകൊണ്ട് നമ്മുടെ ഹില്ലിൽ നിന്ന് താഴ്വാരയിലേക്ക് ഇറങ്ങി. ബവറി ഹിൽസിൽ ശരിക്കും പണക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. താഴ്വാര എന്ന് പറയുന്നത് പാവപ്പെട്ടവരൊക്കെ താമസിക്കുന്ന സ്ഥലവുമാണ്. അവിടേക്കാണ് ആ രാത്രി ലൂയിസ് ഇറങ്ങിയത്. ഓഹോ, നിങ്ങളെന്തിനാ അവിടേക്ക് പോയത്? ഞാൻ സാധാരണ ഇതേപോലെ ഞായറാഴ്ച രാത്രിയിൽ ഒന്ന് പുറത്തിറങ്ങാറുണ്ട്. സത്യത്തിൽ ഞാൻ ആദ്യം പോയത് ഒരു മോട്ടലിലേക്കാണ്. അവിടെ വെച്ച് ഞാൻ മദ്യപിച്ചു. നിങ്ങൾ മദ്യപിക്കുന്നത് അവിടെ ആരെങ്കിലും കണ്ടായിരുന്നു? ഞാൻ സ്ഥിരമായി അവിടെ ചെല്ലുന്നതാണല്ലോ, അവർക്കെന്നെ അറിയാം. അവിടെ നിന്ന് മദ്യപിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മറ്റൊരു ബാറിലേക്ക് പോയി. മിസ്റ്റർ മോർഗൻസ് മോട്ടലാണത്. അവിടെ വെച്ചാണ് രണ്ടാമത് ഞാൻ മദ്യപിച്ചത്. ഓക്കെ ലൂയിസ്, അപ്പോൾ നിങ്ങൾ ആദ്യം പോയത് നാറ്റ്സ് നോർത്ത് എന്ന മോട്ടലിലാണ്, രണ്ടാമത് പോയത് മോർഗൻ മോട്ടലിൽ, ശരിയല്ലേ? അതെ, അത് ശരിയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് നാഥൻസ് നോർത്തിൽ പോയതിനു ശേഷം ഈ മോർഗൻസിൽ പോകാറുണ്ടോ? മിക്കവാറും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഓക്കെ ലൂയിസ്, നിങ്ങൾ ഈ നാഥൻസ് നോർത്തിൽ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ നിങ്ങളെ പരിചയമുള്ള ആളുകൾ കണ്ടു നിങ്ങൾ പറഞ്ഞു. അതുപോലൊരു സംഭവം മോർഗൻസിലും ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, അവർക്കും എന്നെ അറിയാം. ലൂയിസ് അങ്ങനെ പറഞ്ഞതും മൈക്ക് റൗൾ ലെവിനോട് ചോദിച്ചു, ലെവിൻ, എന്താ കക്ഷിയുടെ പേര്? അവളുടെ പേര് റെജിന ക്യാമ്പോ എന്നാണ്. റെഗി എന്ന അവളെ വിളിക്കുക. അവൾ ഒരു ആക്ട്രസ് ആണെന്നും അവൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. റെഗി എന്ന വിളിപ്പേരുള്ള ആക്ട്രസ് കൂടിയായ റെജിന ക്യാമ്പോയെ ആക്രമിച്ചതിൻ്റെ പേരിലാണ് ലൂയിസ് റൂലെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ലെവിൻ റെഗിയെക്കുറിച്ച് പറഞ്ഞു കേട്ടതും മൈക്ക് ലൂയിസിനോട് ചോദിച്ചു,
ലൂയിസ്, ഈ റെജീന ക്യാമ്പോയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കവരെ അറിയാം. ഞാൻ അവരോട് നേരത്തെ സംസാരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ബാർ വെച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഓക്കെ ലൂയിസ്, നിങ്ങൾ അവരെ ഒന്ന് ട്രൈ ചെയ്തില്ലായിരുന്നു? റെജീന ക്യാമ്പോയെ രാത്രി കൂട്ടിന് വിളിക്കാൻ ലൂയിസ് ശ്രമിച്ചില്ലേ എന്നാണ് മൈക്കിൻ്റെ ചോദ്യം. ഇല്ല, അവളെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ടേ ഇല്ല. അവൾക്കൊപ്പം എപ്പോഴും ഏതെങ്കിലും പുരുഷന്മാരെ കാണും. മറ്റു പുരുഷന്മാർക്കൊപ്പം ഇരിക്കുന്ന സ്ത്രീകളെ ഞാൻ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. പിന്നെ കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത്? ഞാൻ അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുന്നിൽ ഒരു 3-4 ടേബിളിന് അപ്പുറത്തായി ആ സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും ഇരിപ്പുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ ആ ബാറിൽ ഒറ്റയ്ക്ക് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ അവളുടെ അടുത്ത് നീണിയിട്ട് പുറത്തേക്ക് പോയത്. ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് പോയതും ആ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു നാപ്കിൻ എടുത്ത് അതിലെന്തോ കുത്തിക്കുറിച്ച് എനിക്ക് നൽകി. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഞാൻ അവൾ എഴുതിയ ആ നാപ്കിനിൽ നോക്കുമ്പോൾ അതിനകത്തൊരു അഡ്രസ്സാണ്. ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റുകാരനായതുകൊണ്ട് അഡ്രസ്സ് പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് പതിയും. വീട്ടഡ്രസ്സും വീട്ടിൻ്റെ നമ്പറും ഒക്കെ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞു. അതിനകത്ത് അവൾ എഴുതിയിരുന്നത് 10 മണിക്ക് അവൾ വീട്ടിൽ കാണുമെന്നാണ്. ഞാൻ ആ അഡ്രസ്സ് വായിച്ച് മനഃപ്പാടമാക്കിയിട്ട് ആ നാപ്കിൻ ചുരുട്ടി അവിടെ വേസ്റ്റ് ബോക്സിലേക്ക് എറിയുകയും ചെയ്തു. അപ്പോൾ സമയം ഏകദേശം 8-നും 9-നും ഇടയിലാകും. എന്നിട്ട് 10 മണി വരെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഞാൻ കുറേ നേരം അവിടെ തന്നെ ഇരുന്നായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ പുറത്തുനിന്ന് അകത്തോട്ട് വന്നായിരുന്നു. അവർ രണ്ടുപേരും അല്പനേരം സംസാരിച്ചിരുന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അവർ പോകുമ്പോഴും ഞാൻ ആ ബാറിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ 10 മണി വരെ ബാറിൽ തന്നെ തുടർന്നു? അല്ല, ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് അവൾ താമസിക്കുന്ന ആ വീട് കണ്ടുപിടിക്കാനായി ഞാൻ അവൾ നൽകിയ അഡ്രസ്സ് തിരക്കി ആ ഭാഗത്തേക്ക് പോയി. അവളുടെ വീട്ടഡ്രസ്സ് ടാർസാന മേഖലയിലാണ്. ആ ടാർസാന മേഖലയിൽ ലാംപ് ലൈറ്റർ എന്ന ഒരു ചെറിയ ബാറുണ്ട്. ഞാൻ ആ ബാറിലോട്ടാണ് ചെന്നത്. അല്ല ലൂയിസ്, നിങ്ങളെന്താ ലാംപ് ലൈറ്റർ കയറിയത്? മിസ്റ്റർ മൈക്ക്, എന്തായാലും രാത്രി ഞാൻ ഇറങ്ങിയല്ലേ. ഈ റഗ്ഗിയേക്കാൾ നല്ല ആരെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ നിന്ന് കയറിയത്. പക്ഷേ എനിക്ക് അന്നവിടുന്ന് ആരെയും കിട്ടിയില്ല. നിങ്ങളവിടെ എത്ര നേരം ഉണ്ടായിരുന്നു? ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അവിടുന്ന് കഴിച്ചു. 2 പെഗ് കഴിച്ചു. 2 പെഗോ? അപ്പോൾ നിങ്ങൾ റഗ്ഗിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആ രാത്രിയിൽ ആകെ എത്ര പെഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ 3 എണ്ണമേ പൂർണ്ണമായും കഴിച്ചുള്ളൂ. 4ാമത്തെ പെഗ് ഞാൻ എൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അത് മുഴുവൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെവിടെ വെച്ചാണ് നിങ്ങൾ കുടിക്കാതിരുന്നത്? അത് ആ മോർഗൻസ് ബാറിൽ വെച്ചാണ്. അവിടെ ഞാൻ ആ മദ്യം ഒഴിച്ചപ്പോഴാണ് ഈ ക്യാമ്പോയെ പരിചയപ്പെട്ടത്. അവളുടെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആ ഗ്ലാസ്സിലെ മദ്യം മറന്നുപോയതാണ്. തലേ ദിവസം രാത്രിയിൽ നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായിട്ടും ലൂയിസ് അവരോട് പറയുകയാണ്. ഓക്കെ, ഇനി എന്താ സംഭവിച്ചത്? ഞാൻ 2 പെഗ് കഴിച്ചപ്പോൾ ലാംപ് ലൈറ്ററിൽ നിന്ന് ഇറങ്ങി. റഗ്ഗിയുടെ വീടിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ലാംപ് ലൈറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ലൂയിസ്, നിങ്ങൾ ഈ ബാറുകൾ പേയ്മെൻറ്റ് നടത്തിയത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ? അല്ല, ഞാൻ ക്യാഷാണ് കൊടുത്തത്. മൈക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത്. ക്യാഷ് കൊടുത്താണ് മദ്യപിച്ചതെന്ന് പറഞ്ഞ ലൂയിസ് മൈക്കിനോടായി പറഞ്ഞു, ഞാൻ സാധാരണ രാത്രിയിൽ ക്യാഷ് കൊണ്ടു നടക്കും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി. ലൂയിസ് ഉദ്ദേശിക്കുന്ന ആവശ്യം എന്താണെന്ന് അത് കേട്ടപ്പോൾ മൈക്കിനും ലെവിനും മനസ്സിലായി. പ്രോസ്റ്റിറ്റ്യൂട്ടുകൾക്ക് കാശ് കൊടുക്കാൻ ക്രെഡിറ്റ് കാർഡിനേക്കാൾ നല്ലത് ക്യാഷ് ആണെന്ന് ലൂയിസ് പറയാതെ പറയുകയാണ്. ഓക്കെ ലൂയിസ്, അതിനുശേഷം എന്ത് സംഭവിച്ചു? മൈക്ക്, ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ഉള്ളപ്പോൾ റഗ്ഗിയുടെ വീട്ടിലെത്തി. നിങ്ങൾ ചെല്ലുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ വീടിനടുത്ത് എത്തുമ്പോൾ അവൻ റഗ്ഗിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കാറിൽ കയറി പോകുന്നു ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ റഗ്ഗിയുടെ വീട്ടിലേക്ക് ചെന്നു. നിൽക്കത്തേക്ക് റഗ്ഗിയുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാ ചെന്ന? അവിടെ സ്റ്റെയർ കേസും ലിഫ്റ്റും ഒക്കെ കാണത്തില്ലേ? അതെ, 2ാമത്തെ നിലയിലാണ് റഗ്ഗി താമസിക്കുന്നത്. ഞാൻ ലിഫ്റ്റിലാണ് റഗ്ഗിയുടെ വീട്ടിലേക്ക് കയറിയത്. ഞാൻ ലിഫ്റ്റിൽ റഗ്ഗി താമസിക്കുന്ന വീടിൻ്റെ വാതിൽക്കൽ എത്തിയിട്ട് ഞാൻ ബെല്ലടിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ പകുതി തുറന്ന റഗ്ഗി എന്നെ കണ്ടതും അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ റഗ്ഗി വാതിലിനടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എനിക്കറിയാം വാതിൽ അടയ്ക്കാൻ വേണ്ടിയാണ് റഗ്ഗി നിൽക്കുന്നത്. ഞാൻ ആ മുറിയുടെ ഹാളിനകത്ത് കയറിയതും പെട്ടെന്ന്
എവിടുന്നാണ് പുറകിൽ നിന്ന് റഗ്ഗി എൻ്റെ തലയിൽ ആഞ്ഞടിച്ചത്. ഏയ് ലൂയിസ്, നിങ്ങളുടെ ആ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയ റഗ്ഗി നിങ്ങളുടെ തലയിൽ അടിച്ചെന്നോ? അതേ മൈക്ക്, അതാ സംഭവിച്ചത്. പിന്നെ ബോധം വീഴുമ്പോൾ ഞാൻ അകത്ത മുറി കിടക്കുകയാണ്. ആ സമയത്ത് എൻ്റെ പുറത്ത് 2 ആളുകൾ കയറിയിരിപ്പുണ്ട്. ശരിക്കും ഞാൻ അമ്പരപ്പോടെ ആ ആളുകളെ നോക്കുമ്പോൾ എൻ്റെ കൈയും എൻ്റെ ശ്രദ്ധയപ്പെട്ടു. എൻ്റെ ഇടത് കൈയിൽ തുണി കെട്ടിയിരിക്കുകയാണ്, അതിൽ നിറയെ രക്തവുമുണ്ട്. അപ്പോൾ റഗ്ഗി അവിടെ ഹാളിൽ ഒരു സോഫയിൽ ഇരിപ്പുണ്ട്. അവരുടെ മുഖമൊക്കെ ഏതാണ്ട് വിണ്ട് കീറിയിരിപ്പുണ്ടായിരുന്നു. അവിടെ റഗ്ഗി മാത്രം ഉണ്ടായിരുന്നുള്ളൂ? അല്ല, റഗ്ഗി ചികിത്സിക്കാനായി ആരൊക്കെയോ ഉണ്ടായിരുന്നു. ഏതോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർക്ക് പുറമെ പോലീസുകാരും ഉണ്ടായിരുന്നു. ലൂയിസ് അവൻ്റെ കഥ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഓക്കെ ലൂയിസ്, നീ ഈ പറഞ്ഞ കഥയിൽ നിനക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ബോധം വീണപ്പോൾ റഗ്ഗി പോലീസിനോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ അവളെ ആക്രമിക്കുകയും അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അവൾ പോലീസിനോട് പറഞ്ഞത്. മൈക്ക്, അവിടെയാണ് എനിക്കൊരു വിഷയമുള്ളത്. ഞാൻ അവളെ ആക്രമിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, മറ്റൊരു വിഷയം കൂടിയുണ്ട്. എന്താ അത്? മൈക്ക്, ഞാൻ അവളെ ഇടത് കൈകൊണ്ട് പഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാനൊരു റൈറ്റ് ഹാൻഡറാണ്. നോക്ക്, റൈറ്റ് ഹാൻഡോടെ എനിക്ക് ഇടിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് ലൂയിസ് വായുവിൽ ഇങ്ങനെ ഇടിച്ച് കാണിക്കുകയാണ്. ഇടം കൈ കൊണ്ടാണ് ക്യാമ്പോയുടെ മുഖത്ത് ഇടിച്ചിരിക്കുന്നതെന്നാണ് ക്യാമ്പോ പോലീസിനോട് പറഞ്ഞത്. ആ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കണമല്ലോ എന്ന് മൈക്ക് ആലോചിക്കുമ്പോഴേക്കും ലെവിൻ ലൂയിസിനോട് ചോദിച്ചു, ലൂയിസ്, അവര് വാതിൽ തുറന്നപ്പോൾ നീ അവരെ കണ്ടില്ലായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. അവരുടെ മുഖം മുഴുവനായി കണ്ടായിരുന്നു? ഇല്ല, അവരുടെ ഒരു കണ്ണ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവർ വാതിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഞാൻ അവരെ കടന്ന് അകത്തേക്ക് കയറുമ്പോഴും യഥാർത്ഥത്തിൽ ഞാൻ അവരെ കണ്ടിരുന്നില്ല. അവർ വാതിലടയ്ക്കാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നത് കൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കാതിരുന്നത്. ഓക്കെ ലൂയിസ്, ഇപ്പോൾ കാര്യം വ്യക്തമാണ്. നീ ആ മുറിക്കകത്തേക്ക് അടക്കും മുമ്പ് തന്നെ അവരുടെ മുഖത്ത് പരിക്ക് പറ്റിയിരുന്നു. ലെവിൻ അയാളുടെ ഫയലിൽ നിന്ന് കുറെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് മേശപ്പുറത്തേക്ക് നിരത്തി വെച്ചു. ഫോട്ടോകളുടെ ഫോട്ടോ കോപ്പിയാണ്. ആ ഫോട്ടോ കോപ്പികളൊക്കെയും റഗ്ഗി ക്യാമ്പോയുടെ മുഖത്ത് ഇടിയേറ്റ കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. ആ ഫോട്ടോകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം ബോധ്യമാവും. ആ ലേഡിയുടെ മുഖത്ത് ആരോ ഇടം കൈകൊണ്ട് ഇടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ തന്നെ വലത് കൈകൊണ്ട് സ്വന്തമായി ഇടിക്കണം. ഇതിൽ രണ്ടിലേതോ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യമായ പരിക്ക് മുഖത്തുണ്ട്. കണ്ണുകൾ ഒഴികെ മുഖത്തിന്റെ എല്ലാ ഭാഗവും ഏതാണ്ട് പരിക്ക് പറ്റി വേർതിരിക്കുകയാണ്. ആ ഫോട്ടോകൾ ലൂയിസിന് നേരെ നീക്കി വെച്ചതും ലൂയിസ് ആ ഫോട്ടോ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവനെ കെണിയിൽ പെടുത്തിയിരിക്കുന്ന ആ ഫോട്ടോ ലൂയിസ് നോക്കുന്ന കണ്ടതും ഡോബ്സും വാങ്ങിച്ചു നോക്കി. ഡോബ്സും ലൂയിസും ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന കണ്ടതും മൈക്ക് ലൂയിസിനോട് ചോദിച്ചു, ലൂയിസ്, എന്തിനാ അവർ നിനക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിയത്? അതിന് മറുപടി പറഞ്ഞ ഡോബ്സാണ്. അതിൽ എന്താ ഇത്ര സംശയിക്കാനിരിക്കുന്നത്? പണം, അത് തന്നെയാണ് കാരണം. പണത്തിന് വേണ്ടി പണക്കാരനായ ലൂയിസ് റൂലെ ആ സ്ത്രീ ചതിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് വളരെ വ്യക്തമായിട്ട് ഡോബ്സിന് ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡോബ്സ് അങ്ങനെ പറഞ്ഞത്. ഡോബ്സിന്റെ ആ ഡയലോഗിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ മൈക്ക് ലെവിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ലെവിൻ അയാളുടെ ബാഗിൽ നിന്ന് പുറത്തെടുത്ത ഫയൽ തുറന്ന് അതിലെ ഒരു പേജ് എടുത്ത് വായന തുടങ്ങി. ലൂയിസിനെതിരെ ആ സ്ത്രീ കൊടുത്ത പരാതി പോലീസ് ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പിയാണ് ഞാൻ വായിക്കുന്നത്. പരാതി വളരെ സിമ്പിളാണ്. അവൾ ഞായറാഴ്ച രാത്രി ഏകദേശം 8:30 മണിയോടുകൂടി വീട്ടിൽ മടങ്ങിയെത്തിയിരുന്നു. ഏകദേശം 10 മണിയാകാറായപ്പോൾ ആരോ ബെല്ലടിക്കുന്ന കേട്ട് അവൾ വാതിൽ തുറന്നു. അവൾ വാതിൽ തുറന്നതും ഒരു അപരിചിതൻ മുറിയിലേക്ക് ഇടിച്ചു കയറിയെന്ന് മാത്രമല്ല, അയാൾ ആ നിമിഷം തന്നെ അവളുടെ കഴുത്തിൽ കയറി പിടിക്കുകയായിരുന്നു. കഴുത്തിൽ കയറി പിടിച്ച അവൾ കുതറാൻ ശ്രമിച്ചതും അവളെ അയാൾ ഇടം കൈകൊണ്ട് ആഞ്ഞിടിച്ചു. ക്യാമ്പോയുടെ മുഖത്തേക്ക് ആഞ്ഞിടിച്ച ആ അപരിചിതൻ അവളെ തറയിലേക്ക് തള്ളിയിട്ടു. തറയിലേക്ക് അവളെ തള്ളിയിട്ട ആ അപരിചിതൻ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ അയാളോട് പറഞ്ഞു, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവൾ അയാൾക്ക് വഴങ്ങാമെന്ന് സ്വയം സമ്മതിച്ചപ്പോൾ അയാൾ റഗ്ഗി തറയിന്ന് എണീപ്പിച്ചു. തറയെന്ന് റഗ്ഗി എണീപ്പിച്ചതിന് ശേഷം അയാളുടെ കയ്യിലിരിക്കുന്ന കത്തി അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ചു. അതിനുശേഷം അവളോട് പറഞ്ഞു, ബെഡ്റൂം എവിടെയാണ്? നേരെയാണ്. ഓക്കെ, ബെഡ്റൂമിലേക്ക് നടക്ക്. എന്തെങ്കിലും വേല കാണിക്കാൻ ശ്രമിച്ചാൽ
ആ നിമിഷം ഞാൻ നിന്നെ കൊല്ലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അപരിചിതൻ റെഗിയുടെ കഴുത്തിൽ കത്തി ചേർത്ത് പിടിച്ച് അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് നടക്കുകയായിരുന്നു. റെഗി മുന്നിലും തൊട്ടുപുറകെ ആ അപരിചിതനുമായി ആ ഇടുങ്ങിയ കോറിഡോറിലൂടെ നടന്ന് ബെഡ്റൂമിന്റെ ഭാഗത്തെത്തുമ്പോൾ 2 ഭാഗത്തേക്ക് ബെഡ്റൂമും മുൻപിൽ കിച്ചണുമാണ്. 3 ഭാഗത്തേക്ക് വഴി തിരിയുന്ന ആ മേഖല എത്തിയതും റെഗി പെട്ടെന്ന് തിരിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ റെഗി പുറയിൽ നിൽക്കുന്ന ആ അപരിചിതനെ ഒന്ന് തള്ളുകയായിരുന്നു. അപ്രതീക്ഷിതമായ സംഭവമായതുകൊണ്ട് അയാൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അയാൾ പുറകിലുണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസിൽ ഇടിച്ച് താഴേക്ക് വീണു. ആ നിമിഷത്തിൽ റെഗി രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടി. രക്ഷപ്പെടാനായി ഏതാനും സ്റ്റെപ്പ് പുറത്തേക്ക് ഓടിയ റെഗി ഒന്ന് നിന്നിട്ട് വലത് ഭാഗത്തേക്കുള്ള കിച്ചണിലേക്ക് ഓടി. അവിടെ നിന്ന് അവൾ വലിയൊരു കുപ്പി കയ്യിലെടുത്തു. ഈ സമയത്ത് തറയിൽ വീണ അപരിചിതൻ എണീറ്റ് കിച്ചന്റെ ഭാഗം വഴി മുൻഭാഗത്തേക്ക് പോകാനായി ശ്രമിക്കുമ്പോഴാണ് കിച്ചണിൽ ഒളിച്ചു നിന്ന റെഗി ആ കുപ്പി കൊണ്ട് അയാളുടെ തലയിൽ ആഞ്ഞടിക്കുന്നത്. അടിയേറ്റ് അയാൾ താഴെ വീണു. ആ ഓർക്ക കുപ്പി കൊണ്ടുള്ള അടിയേറ്റ് താഴെ വീണ ആ അപരിചിതന്റെ മുകളിൽ കൂടി ചാടി റെഗി മുൻവശത്തെ വാതിലിനടുത്തെത്തി. വാതിൽ തുറന്ന റെഗി വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതിന് ശേഷം അതിവേഗം താഴെ ഫസ്റ്റ് ഫ്ലോറിലെത്തിയ അവൾ അവിടുത്തെ താമസക്കാരായ ആറ്റ്കിനോടും ടർണറോടും ഒരു അപരിചിതൻ അവളെ ആക്രമിച്ച കാര്യം പറഞ്ഞതിന് ശേഷം പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. റെഗി പോലീസിനെ വിളിക്കുന്ന സമയത്ത് ടർണറും ആറ്റ്കിനും 2ാമത്തെ നിലയിലെത്തി. അവരവിടെ എത്തുമ്പോൾ ആ അപരിചിതൻ ബോധം കെട്ട് കിടക്കുന്ന കണ്ടത്. ബോധം കെട്ട് കിടക്കുന്ന ആ അപരിചിതനെ അവർ പരിശോധിച്ചു തുടങ്ങുമ്പോഴേക്കും ആ അപരിചിതൻ അനങ്ങി തുടങ്ങിയിരുന്നു. ആ അപരിചിതൻ അനങ്ങി തുടങ്ങുന്നുണ്ടതും അയാളെ ബലമായി ബന്ധിച്ച ആറ്റ്കിനും ടർണറും പോലീസ് വരുന്നതുവരെ അവിടെ കാത്തിരുന്നു. ക്യാമ്പോടെ കോള് കിട്ടിയ പോലീസ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. അവരാണ് പാരാമെഡിക്കൽ വിഭാഗത്തെ വിവരമറിയിക്കുന്നതും നഴ്സിംഗ് വിഭാഗത്തിൽ നിന്ന് ആളെത്തുന്നതും ക്യാമ്പോടെ മുറിവുകളും അതുപോലെ അകത്ത് ടർണറും ആറ്റ്കിനും കൂടി പിടിച്ചു വെച്ചിരിക്കുന്ന അപരിചിതന്റെ കൈയൊക്കെ നോക്കുന്നതും. ഇത്രയും കാര്യങ്ങൾ ലെവിൻ വായിച്ചതും ലൂയിസ് ചാടിയടിക്കുകയാണ്. ശരിക്കും അയാൾ ദേഷ്യം കൊണ്ട് ചുമന്നു നിൽക്കുകയാണെന്ന് പറയാം. ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഒന്നുമായി സംഭവിച്ചിട്ടില്ല. ലൂയിസ്, കൂൾ ഡൗൺ. പോലീസിന് മിസ്സസ് ക്യാമ്പോ കൊടുത്ത മൊഴി അതുപോലെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. മൈക്ക്, ഇത് 100% കളവാണ്. ഒരാൾ എന്തിനാ ഇത്രയും കളവ് പറയുന്നത്? ലൂയിസ്, അവരെന്തിനെ കളവ് പറയുന്നു എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ അവരുടെ മൊഴി അതാണ് പോലീസിന്റെ കയ്യിലുള്ള ആയുധം. ആ മൊഴി കളവാണെന്ന് തെളിയിക്കാനുള്ള ചുമതല നമുക്കാണ്. മൈക്ക്, ഇത് മുഴുവൻ കളവാണ്. ഇതിനകത്ത് 1% പോലും സത്യമില്ല. ലൂയിസ്, ഇത് കളവാണെങ്കിൽ ഞാൻ ഇതുവരെ വാദിച്ചിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള കേസായി മാറും ഇത്. ലൂയിസിനെ ശരിക്കും ഈസി ആയിട്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റും. ലൂയിസ് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ലൂയിസിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മൈക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ലൂയിസ് സാവധാനം കസറിലേക്ക് ഇരുന്നു. ശരിക്കും അയാൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു പറയാം. അയാൾ ഇതിനിടയിൽ ശക്തമായി മേശയിൽ കണ്ണിലേക്ക് ഇടിക്കുകയും ചെയ്തു. അയാൾക്കോട് സഹിക്കാൻ പറ്റുന്നില്ല. അയാളുടെ ആ ആക്ഷൻ ലെവിനും അതുപോലെ സി ഡോബ്സും ഒരു വല്ലാത്ത മുഖഭാവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഒരു വയലന്റ് ആക്കാനുള്ള പ്രവണത ലൂയിസ്, റൂലെയും ഡോബ്സും ലെവിനും ഒരേ നിമിഷം തിരിച്ചറിയുകയാണ്. കസറിലിരുന്ന ലൂയിസ് മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, അവിടെ ഒരു റേപ്പ് നടന്നിട്ടില്ല. സത്യമായിട്ടും ഞാൻ അവിടെ പുറത്തു പോലും തൊട്ടിട്ടില്ല. ലൂയിസ്, അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് മൈക്ക് ലെവിനോട് ചോദിച്ചു, ലെവിൻ, റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ റിപ്പോർട്ടില്ലേ? മൈക്ക്, അതാണ് ഇവിടുത്തെ വിഷയം. മിസ്സസ് ക്യാമ്പോ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിസമ്മതിച്ചിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു റേപ്പ് നടക്കുമ്പോഴോ റേപ്പ് അറ്റംപ്റ്റ് നടക്കുമ്പോഴോ വിക്ടിമിനെ ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഒരു ചെക്കപ്പിന് വിധേയമാക്കും. ആ ചെക്കപ്പ് റിപ്പോർട്ട് കേസിന്റെ അടിസ്ഥാന ഘടകമാണ്. ഇവിടെ റെഗി ക്യാമ്പോ അത്തരമൊരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയമായിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്.
ലെവിൻ, അത് തികച്ചും അതിശയമാണല്ലോ. മൈക്ക്, ഈ കേസ് വായിച്ചപ്പോൾ എനിക്കും അത് സ്ട്രൈക്ക് ചെയ്തിരുന്നു. സാധാരണഗതിയിൽ വിക്ടിം സമ്മതിച്ചാലും ഇല്ലെങ്കിലും റേപ്പ് അറ്റംപ്റ്റ് ആണ് നടന്നതെന്ന് പരാതി ഉണ്ടായാൽ ആ പരാതി അറ്റൻഡ് ചെയ്യുന്ന പോലീസ് വിക്ടിമിനെ ആശുപത്രിയിൽ കൊണ്ടുവരികയും റേപ്പ് ടെസ്റ്റ് നടത്തുകയും ചെയ്യും. ആ റേപ്പ് ടെസ്റ്റ് നടത്താനായി ഒരു ടൂൾ കിറ്റ് തന്നെയുണ്ട്. ആ ടൂൾ കിറ്റ് സ്വാഭാവികമായിട്ടും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതുമാണ്. അത് ഇവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ ലെവിൻ, ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ലൂയിസിനെയും റെഗിയും തമ്മിൽ എവിടെയെങ്കിലും വെച്ച് ഒന്നിച്ച് കണ്ടതായി ഏതെങ്കിലും സൂചന അവളുടെ പരാതിയിലോ പരാതി അന്വേഷിച്ച് പോലീസിന്റെ റിപ്പോർട്ടിലോ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ലൂയിസും റെഗിയും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യവും പോലീസ് റിപ്പോർട്ടിലില്ല. തികച്ചും അപരിചിതനായ ലൂയിസ് റെഗി ക്യാമ്പോ എന്ന ആ ആക്ട്രസിന്റെ വീട്ടിലേക്ക് രാത്രി അതിക്രമിച്ച് കയറി അവളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആ ശ്രമം പരാജയപ്പെടാനുള്ള കാരണം റെഗിയുടെ സമയോചിതമായ ഇടപെടലാണ്. അതിന് സാക്ഷികളായിട്ട് ഒന്നാമത്തെ നിലയിൽ താമസിക്കുന്ന ആറ്റ്കിനും ടർണറുമുണ്ട്. പോലീസിന്റെ ഒരു റിപ്പോർട്ട് ആ ശൈലിയിലാണ് ലെവിന്റെ കയ്യിലുള്ളത്. മൈക്ക്, ഒരു കാര്യം കൂടി ഉള്ളത്, ലൂയിസിന്റെ ആ ഇടം കൈയിൽ ഒരു തുണി ചുറ്റിയിട്ടുണ്ടായിരുന്നു. ആ തുണിയിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തവും റെഗിയുടെ ശരീരത്തിലെ രക്തവും ഒന്നാണെന്ന് വ്യക്തമാണ്. അതാണ് ലൂയിസിനെതിരെയുള്ള പ്രധാന തെളിവായി സൂചിപ്പിച്ചിരിക്കുന്നത്. അതേ രക്തം തന്നെ അവിടുന്ന് കണ്ടെടുത്ത കത്തിയിലുമുണ്ട്. ശരിക്കും സങ്കീർണമായ ഒരു കേസ് ഈ നിമിഷം മുതൽ ആരംഭിക്കുകയാണ്. ആ ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലിങ്കൺ ലോയറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.